ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ നമ്മുടെ ഓൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ ഓൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ, അതായത് ഉദ്ഗ്രഥനത്തിൻ്റെ ചോദ്യപേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മളിന്ന് ഗണിതത്തിൻ്റെ ചോദ്യപേപ്പറാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് ശരിയായിട്ട് ഉത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം, നിറം നൽകാം എന്നാണ് കേട്ടോ. ഈ 3 രൂപങ്ങൾ നിങ്ങൾ പഠിച്ചതല്ലേ? ഏതൊക്കെയാണ്? റെക്റ്റാങ്കിൾ അതായത് ചതുരം, പിന്നെ ട്രയാങ്കിൾ അതായത് ത്രികോണം, പിന്നെ ഏതാ സർക്കിൾ അല്ലെങ്കിൽ വട്ടം. ഇതാണ്. അപ്പൊ ഈ നിറങ്ങൾ ഇവിടെ ചിത്രത്തിൽ കാണുന്ന കുത്തുകൾ യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? ഓരോ ചതുരത്തിന്, അതായത് റെക്റ്റാങ്കിളിന് ചുവപ്പ് റെഡ് കളർ കൊടുക്കുക, ട്രയാങ്കിൾ അതായത് നമ്മുടെ ത്രികോണത്തിന് മഞ്ഞ നിറം യെല്ലോ കളർ കൊടുക്കുക, വട്ടം അതായത് സർക്കിളിന് എന്ത് കൊടുക്കുക? ബ്ലൂ കളർ കൊടുക്കുക. നിറം കൊടുക്കുന്നതാണ് കേട്ടോ ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം 2 എണ്ണി എഴുതാം. ഇവിടെ 3 പൂക്കൾ, 3 ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പാത്രത്തിൽ എന്താണ്? റോസും, രണ്ടാമത്തതില് ചെമ്പരത്തിയും, മൂന്നാമത്തതില് മുല്ലയാണുള്ളത്. അപ്പൊ എത്ര റോസ് പൂക്കൾ ഉണ്ട് എന്നാണ് ഇവിടെ എണ്ണി എഴുതേണ്ടത് കേട്ടോ. എത്ര റോസ് പൂക്കൾ ഉണ്ട്? 3, അതായത് 3. ചെമ്പരത്തിയോ 4, മുല്ല 6 മുല്ലയുണ്ട്. ഇതിൽ ഏത് പൂവാണ് ഏറ്റവും കൂടുതലുള്ളത്? ആ പൂവിന്റെ പേര് ഇവിടെ നോക്കിയിട്ട് ശരിയായിട്ട് പൂവിന്റെ പേരെടുത്ത് എഴുതുക കേട്ടോ, തെറ്റുകൂടാണ്ട്. കൂടുതൽ പൂവ് ഏതായിരുന്നു? മുല്ല. എത്ര എണ്ണം ഉണ്ട്? 6. കുറവ് ഏതാണ്? റോസ്. എത്ര എണ്ണം? 3. അപ്പൊ എണ്ണം എഴുതുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം. എല്ലാവർക്കും ശരി ഉത്തരം തന്നെ ആയിരുന്നില്ലേ? അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം എന്താ? നിറം നൽകുന്നതാണ് കേട്ടോ. നിറം നൽകാം, എഴുതാം. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയ പോലെ തന്നെ നിറം കൊടുക്കണം. ഈ ആദ്യത്തെ വരിയിലെ ഫ്ലവേഴ്സ് പൂക്കൾക്ക് എങ്ങനെ കൊടുക്കണം? 2 ചുവപ്പും 3 മഞ്ഞ. 2 പൂവിന് റെഡും 3 എണ്ണത്തിന് യെല്ലോയും കൊടുക്കണം. അടുത്തത് 4 ചുവപ്പ് എന്ന് വെച്ചാൽ 4 എണ്ണം. 4 ഫ്ലവേഴ്സിന് എന്ത് കൊടുക്കുക? റെഡ് കൊടുത്തു. 1 മാത്രം മഞ്ഞ കൊടുക്കുക. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര എണ്ണം വരും? ഇവിടെ എല്ലാത്തിലും എന്താണ്? 5 പൂക്കളാണ് ഉള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾ ഈ പൂക്കളിൽ എത്ര എണ്ണത്തിനാണ് റെഡ് കൊടുക്കുന്നത്? ആ നമ്പർ ഇവിടെ എഴുതുക. ബാക്കിയുള്ളതിന് എന്ത് ചെയ്യുക? മഞ്ഞ കൊടുക്കുക. ആ സംഖ്യ എത്ര എണ്ണത്തിന് മഞ്ഞ കൊടുത്തു അതും ഇവിടെ എഴുതുക. മനസ്സിലായല്ലോ? അടുത്തത് 4ാമത്തെ പ്രവർത്തനം. എന്താ പ്രവർത്തനം 4? എണ്ണി എഴുതാം, വരച്ചു ചേർക്കാമാണ്. അപ്പൊ ഓരോ വരിയിലുമുള്ള പൂക്കൾ എണ്ണി എഴുതുക കേട്ടോ. ഒന്നാമത്തെ ഇതിൽ എത്ര പൂക്കളുണ്ട്? 1, 2, 3, 4, 5, 6. അടുത്തതോ 1, 2, 3, 4, 5, 6, 7 പൂക്കൾ അല്ലേ? അടുത്തത് എത്ര പൂക്കളാ? 1, 2, 3, 4, 5, 6, 7, 8 പൂക്കൾ. അടുത്തതിൽ ഇവിടെ സംഖ്യ എഴുതിയിട്ടുണ്ട്, നമ്പർ ഉണ്ട് 9, അതായത് 9 എഴുതിയിട്ടുണ്ട്. ഇവിടെ എത്ര എണ്ണം വരച്ചിട്ടുണ്ട്? 1, 2, 3, 4, 5 എണ്ണം വരച്ചിട്ടുണ്ട്. ബാക്കി എത്ര എണ്ണം വരച്ചാലാണ് 9 ആവുക? 6, 7, 8, 9 അല്ലേ? 4 പൂക്കൾ കൂടെ വരച്ചാലാണ് 9 ആവുക. അടുത്തത് 5ാമത്തെ പ്രവർത്തനം. എണ്ണം കൂട്ടി എഴുതാം. ഇവിടെ മനിതയ്ക്ക് കിട്ടിയ പൂക്കളും ഉണ്ട്, കലാമിന് കിട്ടിയ പൂക്കളും ഉണ്ട് കേട്ടോ. അപ്പൊ അതില് ഇവിടെ ഒന്ന് ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന പൂവ് കണ്ടില്ലേ? ഇതോ ഇവിടെ ഉണ്ട് അല്ലേ? ഈ പൂക്കളുടെ എണ്ണം എഴുതുക. ഈ തട്ടിൽ എത്ര പൂവുണ്ട്? എത്ര പൂക്കളാ? 5 എണ്ണം അല്ലേ? 5 എണ്ണാണോ? ശരിക്കും നോക്കൂ, 5 പൂക്കളാണോ ഉള്ളത്? അതേല്ലേ, 5 പൂക്കളാണുള്ളത്. അതേപോലെ ഇവിടെ എത്ര പൂക്കളുള്ളത്? 2 പൂക്കൾ. അപ്പൊ 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ് ഉത്തരം? വേഗം കൂട്ടിയിട്ട് ഉത്തരം പറയൂ. എങ്ങനെ കൂട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ് അല്ലേ? അപ്പൊ 5ഉം 2ഉം കൂട്ടിയ ഉത്തരം എത്രയാ? 7. അടുത്ത പൂവിന്റെ ചിത്രം നോക്കൂ. ഈ പൂവ് ആദ്യത്തെ മനിതയുടെ കയ്യിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. കലാമിന്റെ കയ്യിൽ എത്ര ഉണ്ട്? 4. 3ഉം 4ഉം ചേർന്നാലും ഉത്തരം എന്താ? 7. അടുത്ത പൂവ് മനിതയുടെ കയ്യിൽ എത്ര ഉണ്ട്? 1 ആണ് അല്ലേ? നമ്മളത് ഇവിടെ തെറ്റി എഴുതിയതാണ് കേട്ടോ. നമ്മൾ മേലത്തെ പൂവിന്റെ ചിത്രം തന്നെയാണ് ഇവിടെ വീണ്ടും എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കത് ആദ്യം ശരിയാക്കാം. എത്ര പൂവുണ്ട്? 3ാമത്തെ പൂ നോക്കൂ. ഈ പൂ എത്ര ഉണ്ട്? മനിതയുടെ കയ്യിൽ എത്ര ഉണ്ട്? 1 ആണുള്ളത് അല്ലേ? 1, 6 അല്ല 1. 1 പൂവുണ്ട്. കലാമിന്റെ കയ്യിൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 പൂവ് അല്ലേ? അപ്പൊ കലാമിന്റെ ഇതിൽ എന്ത് എഴുതുക? 5. 1ഉം 5ഉം ചേർന്നാൽ ഉത്തരം എന്താ വരിക? 1ഉം 5ഉം ചേർന്ന ഉത്തരം എന്ത് വരും? ഇതല്ല ഉത്തരം. 1ഉം 5ഉം ചേർന്ന ഉത്തരം 6. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 6. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. 5
5 പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ ഓൺ എക്സാമിന് ഉണ്ടായിരുന്നത്. ഇത് തന്നെയായിരുന്നല്ലോ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങളും. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടിയില്ലേ? അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, ശരിയാക്കി എഴുതുക. നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്ത എക്സാം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടിക്കാന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.